സിദ്ധാർത്ഥന്റെ മരണം ഉറപ്പാക്കിയ ശേഷമായിരുന്നു മൃതദേഹം താഴെ ഇറക്കിയതെന്ന് കോളേജ് ഹോസ്റ്റൽ പാചകക്കാരന്റെ വെളിപ്പെടുത്തൽ. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് മൃതദേഹം താഴെ ഇറക്കുന്നതെന്ന് സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞു. സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചവരായിരുന്നു മൃതദേഹം താഴെ ഇറക്കാൻ ഒപ്പമുണ്ടായിരുന്നതെന്നും ജെയിംസ് റിപ്പോർട്ടറിനോട് തുറന്നു പറഞ്ഞു. ഡീനിന്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം നടന്നതെന്നും ജെയിംസ് വിശദീകരിച്ചു. റിപ്പോർട്ടർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബിഗ് ബ്രേക്കിംഗ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഹോസ്റ്റലിലെ പാചകക്കാരനായ ജെയിംസ് ഭാര്യയുടെ സഹായത്തോടെയായിരുന്നു ഞങ്ങളോട് സംസാരിച്ചത്. സിദ്ധാർത്ഥ് മരിച്ചെന്ന് പറഞ്ഞായിരുന്നു കുട്ടികൾ ബാത്റൂമിനടുത്തേക്ക് ഓടുന്നത് കണ്ടത്. കൂടെ പോയ ജെയിംസ് ആയിരുന്നു തുണിയറുത്ത് സിദ്ധാർത്ഥിന്റെ മൃതദേഹം താഴെ ഇറക്കാൻ ഉണ്ടായിരുന്നത്. തണുത്തു തുടങ്ങിയ സിദ്ധാർത്ഥിന്റെ ശരീരം മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമായിരുന്നു പോലീസിനെ വിളിക്കാതെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കാണുമ്പോൾ തന്നെ മനസ്സിലായോ മരിച്ചു എന്ന്? മനസ്സിലായോ? ആരൊക്കെ നോക്കിയിരുന്നോ? മരിച്ചിരുന്നോ? പിള്ളേരൊക്കെ പറഞ്ഞു മരിച്ചെന്ന്. അല്ല, ജെയിംസ് ഏട്ടൻ കാണുമ്പോ മരിച്ച പോലെ തന്നെ ആയിരുന്നോ? തണുത്തിരുന്നോ ബോഡി? അവര് അഴിക്കുമ്പോ ജെയിംസേട്ടനും കൂടി കൊടുത്തതാ. അതെ, അപ്പോഴേക്ക് ബോഡി തണുത്തിരുന്നോ? തണുത്തിട്ടുണ്ടായിരുന്നു. ആണോ? പോലീസിനെ അറിയിച്ച് പോലീസ് പറഞ്ഞിട്ടാണ് അഴിച്ചെടുക്കുന്നതെന്ന് കൂടി നിൽക്കുന്നവർ പറയുന്നുണ്ടായിരുന്നുവെന്നും ജെയിംസ് പറഞ്ഞു. അപ്പൊ പോലീസിനെ അറിയിക്കേണ്ടതെന്നൊന്നും ചോദിച്ചില്ലേ ജെയിംസ് ഏട്ടാ? ആരും ഡീനോട് ചോദിച്ചില്ലേ പോലീസിനെ അറിയിക്കുന്നത്? പോലീസിനോട് പറഞ്ഞിരുന്നു, അഴിച്ചോളം പറഞ്ഞു പോലീസ്. ജെയിംസിനൊപ്പം തുണിയറുത്തു മാറ്റി മൃതദേഹം താഴെ ഇറക്കിയത് സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവർ തന്നെയായിരുന്നു. അപ്പൊ ആരൊക്കെ ചേർന്ന അറുത്തു മാറ്റിയത്? പ്രതിയായിട്ടുള്ള 3 പേരും പിന്നെ ജെയിംസേട്ടനും ആംബുലൻസ് ഡ്രൈവറും ഡീൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് നല്ല രീതിയിൽ പെരുമാറുന്ന വിദ്യാർത്ഥിയായിരുന്നു. മർദ്ദിച്ച ദിവസം കോളേജിൽ ഉണ്ടായില്ലെന്നും ആരോ അടിച്ചെന്ന് മരിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നതായും ജെയിംസ് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. സിദ്ധാർത്ഥ് മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം പോലീസിനെ അറിയിക്കാതെ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുന്നത് തെളിവ് നശിപ്പിക്കാനായിരുന്നു. എന്തുകൊണ്ടാണ് ഡീനും കോളേജ് അധികൃതരും ഇത്ര പ്രധാനപ്പെട്ട തെളിവ് നശിപ്പിച്ചിട്ടും പോലീസ് അനങ്ങാതിരുന്നത്? ഓരോ ദിവസം കഴിയുന്തോറും സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിറകിലെ ദുരൂഹത ഏറി വരികയാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ടീം ഇൻവെസ്റ്റിഗേഷൻ ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.